നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളമെമ്പാടും സഞ്ചരിച്ച് പടക്കളത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു രാഷ്ട്രീയ ചൂട്, വികസന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പൊതുനിലപാടുകൾ, വ്യത്യസ്ത നിലപാടുകൾ ഇവയെല്ലാം ചർച്ച ചെയ്യുന്ന പടക്കളം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് പരിപാടിയായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശകരമായ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പടക്കളം വീണ്ടും എത്തുകയാണ്. കാസർഗോഡ് എത്തിയ പടക്കളം കാഞ്ഞങ്ങാട് നിന്നും പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ജില്ലയുടെ രാഷ്ട്രീയം, വികസനം, പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, വോട്ടർമാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഇടകലർന്നു വരുന്ന പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾക്കൊപ്പം ഈ പടക്കളത്തിൽ എത്തിച്ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ഡോക്ടർ VPP മുസ്തഫ CPIM, അഡ്വക്കേറ്റ് K ശ്രീകാന്ത് BJP, അഡ്വക്കേറ്റ് PV സുരേഷ് കോൺഗ്രസ്. ഒപ്പം കാഞ്ഞങ്ങാടിനെ സ്നേഹപൂർവ്വം ഈ പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ത്രിതല സംവിധാനം ഏറ്റവും സജീവമായി കേരളത്തിൽ, രാജ്യത്ത് തന്നെ മാതൃകാപരമായി മുന്നോട്ട് പോകുമ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. ഈ ജില്ല, ശ്രീ മുസ്തഫ, ഈ ജില്ലയുടെ നിലവിലെ കക്ഷിനില, സ്വാധീനം, അതിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ 2020 നിന്ന് 2025 പോകുമ്പോൾ നിങ്ങളതിന് എത്രമാത്രം തയ്യാറെടുത്ത് കഴിഞ്ഞു? ഇവിടുത്തെ ഈ കണക്കുകൾ ആകെ നോക്കിയാൽ അത് വളരെ പ്രധാനപ്പെട്ടതുകൂടി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് LDFിൻ്റെ പക്കലാണ്, മുനിസിപ്പാലിറ്റികൾ, നഗരസഭകൾ 3-2-1 എന്ന നിലയാണ്, ബ്ലോക്കിലേക്ക് വരുമ്പോൾ ആകെ 6-4-2. തിരുത്തലുകളുണ്ടെങ്കിൽ നിങ്ങൾക്കാകാം, എൻ്റെ മുമ്പിലെ കണക്കുകൾ പ്രകാരം ഞാൻ പറയുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകൾ ഈ പറഞ്ഞതുപോലെ 38-ൽ 19 LDF, 15 UDF, 3 BJP എന്ന നിലയിലാണ്. അല്ലാതെ സ്വതന്ത്രൻ്റെയൊക്കെ പിന്തുണയോടെയൊക്കെയുള്ള ചില പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പൊതുവിൽ മുന്നണികളുടെ ഒരു കക്ഷി നിലയാണ് സൂചിപ്പിച്ചത്. 20-ൽ നിന്ന് 25-ലേക്ക് LDF കാസർഗോഡ് കാണുന്ന സാധ്യതകൾ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ ഈ വടക്കേ അറ്റത്ത് വലിയ ജൈത്രയാത്രയാണ് കുറിക്കാൻ വേണ്ടി പോകുന്നത്. വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തദ്ദേശ ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം മുൻകാലങ്ങളിലേതെന്നതുപോലെ തന്നെ ഈ പോയ 5 വർഷക്കാലവും കാസർഗോഡ് ജില്ലയിൽ LDF നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ആ മാതൃകാപരമായ വികസനത്തിന് കൂടുതൽ കയ്യടി ലഭിക്കും, വലിയ പിന്തുണ ലഭിക്കും. നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഭരണം LDF കൈയാളുന്നത്. അത് 2 അക്കത്തിലേക്ക് എത്തുന്ന വിധത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ വിധിയെഴുത്തുണ്ടാകും. 6-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 5 മാറും ഈ തെരഞ്ഞെടുപ്പോടുകൂടി. മഞ്ചേശ്വരത്തുകൂടി ഇത്തവണ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമുണ്ടാകും. നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും നിലവിലുള്ളതിനേക്കാൾ ഇടതുപക്ഷത്തിൻ്റെ സീറ്റും വോട്ടും എല്ലാം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ വമ്പിച്ച മുന്നേറ്റത്തിനുള്ള വലിയ സാധ്യതകളാണ് വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. ആളുകൾക്ക് ബോധ്യമുണ്ട്, അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണം, ജനങ്ങളുടെ അനുഭവവേദ്യമായത് ഇടതുപക്ഷത്തിൻ്റെ കീഴിലാണ്. ഏതെല്ലാം കാലത്ത് വലതുപക്ഷം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കാസർഗോഡ് വലിയ കുതിപ്പും മുന്നേറ്റവും ഉണ്ടാകും. ശ്രീ സുരേഷ്, ഇപ്പോൾ LDFിനെ സംബന്ധിച്ച് LDF സംസ്ഥാന തലത്തിൽ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞു. സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ നോമിനേഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് കോൺഗ്രസും UDFും സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് വരിക. അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഘട്ടം അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. മറ്റു പല ജില്ലകളും ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന റിബൽ തർക്കങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകൽ, ഇത്തരം കാര്യങ്ങൾ താരതമ്യേന കുറവാണോ കാസർഗോഡിനെ സംബന്ധിച്ച്? നിങ്ങളുടെ ഇപ്പോൾ ഈ ജില്ലയ്ക്കകത്ത് ഈ പറഞ്ഞതുപോലെ നിലയിൽ നിൽക്കുന്ന ഈ കക്ഷി നിലയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഘട്ടം ഏത് നിലയിലാണ്? എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു? അങ്ങ് ചോദിച്ച ചോദ്യം, ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് UDF എല്ലാ തലത്തിലും സജ്ജമായിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 6-8 മാസത്തിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള എല്ലാ സജ്ജീകരണം നടത്തിയവരാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു വലിയ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് ഞങ്ങൾക്കിനി പ്രഖ്യാപിക്കാനുള്ളത്. ഞങ്ങളുടെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാൻ പറ്റുന്നതല്ല. അത് ഞങ്ങളുടെ മേൽഘടകത്തിനുകൂടി അതിൻ്റെ അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ
എല്ലാ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവസാന ഘട്ടത്തിലെത്തി. ഞങ്ങൾ നാളെയോ നാളെ തന്നെ ഏതാണ്ട് ഇന്ന് രാത്രിക്കോ നാളെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഗോദയിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ജില്ലയിൽ സ്മൂത്താണോ? റിബലുകൾ, തർക്കങ്ങൾ, ഒരു റിബൽ പ്രശ്നവും വാർത്ത പൊതുവെ കുറവാണെന്ന് തോന്നുന്നുണ്ട് കാസർഗോഡിനെ. അങ്ങനെ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട്. ഞങ്ങൾ വയനാട് കോൺഗ്രസിൻ്റെ KPC എക്സിക്യൂട്ടീവ് ചേർന്നെടുത്ത തീരുമാനപ്രകാരം പാർട്ടിയുടെ വാർഡ് തലത്തിൽ നിന്നാണ് ഇക്കുറി എല്ലാ സ്ഥാനാർത്ഥികളും ഒരാളെപ്പോലും മേലിൽ നിന്ന് കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥി പോലും ഇക്കുറി ഉണ്ടാകില്ല. അത് ഗ്രാമപഞ്ചായത്തിലായാലും ശരി, ബ്ലോക്കിലായാലും ശരി, ജില്ലാ പഞ്ചായത്തിലായാലും ശരി, ഒക്കെ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരുടെ കൺവെൻഷൻ ചേർന്നിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും അഭിപ്രായ സമന്വയം നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. ശ്രീകാന്ത്, താങ്കളിലേക്ക് വരുമ്പോൾ BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഇവിടെ ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, നിങ്ങൾ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ആത്മഹത്യാശ്രമം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തിരുവനന്തപുരത്തു നിന്നടക്കം വരുന്ന വാർത്തകൾ BJP രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തത്, ഇപ്പോൾ ഒരാൾ സ്ഥാനാർത്ഥിയാകാതെ വന്നു, വിമതനായിരുന്നു, പല സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നു, ആ ആളിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജില്ലയിലെ വനിതാ നേതാവിൻ്റെ ആത്മഹത്യാശ്രമം, ഇതൊക്കെ BJP രാഷ്ട്രീയവുമായി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും? നിങ്ങൾ സജ്ജമായി കഴിഞ്ഞോ ജില്ലയിൽ? തീർച്ചയായിട്ടും ഇത്തരം പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് വിജയിക്കില്ല. അത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. മാധ്യമങ്ങൾ അതിനെ BJPക്ക് എതിരായതുകൊണ്ട് പെരുപ്പിച്ച് കാണിക്കുന്നതിനപ്പുറത്ത് ഒരു സംഭവം ഇതില്ല. ഈ സംഭവങ്ങളൊന്നും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ വിജയസാധ്യതയെയോ തെരഞ്ഞെടുപ്പിനെയോ ഒരു ഇഞ്ച് പോലും ബാധിക്കില്ല എന്നുള്ളതാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മുന്നേറുകയാണ്. ഇത്തവണ ഏറ്റവും വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഒന്നെനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇത്തരം നിങ്ങൾ ഈ ആത്മഹത്യകളെ പെരുപ്പിച്ച് വലിയ രീതിയിൽ വാർത്തകളാക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം, അത് അറിയാതെ അല്ലെങ്കിൽ അത് BJPക്കെതിരായതുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ നിങ്ങൾ പടച്ചു വിടരുത്, സമൂഹത്തെ ഓർത്ത് പടച്ചു വിടരുത് എന്നുള്ളതാണ്. കാരണം ഈ സമൂഹത്തിൽ ഇപ്പോൾ TV ചാനലിലൊക്കെ കാണുമ്പോൾ ചർച്ചയാവുന്നത് ആത്മഹത്യയാണ്. ഈ ആത്മഹത്യകൾ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ അതിനെ നിങ്ങളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ജീവിതമെന്ന് പറയുമ്പോൾ അതിൽ പ്രയാസകരമായിട്ടുള്ള സംഭവങ്ങൾ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അത് പ്രേരണ നൽകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മാധ്യമങ്ങളും ഇത്തരം ഏത് വാർത്തകളാണ്, ഇത്തരം ആത്മഹത്യ വാർത്തകൾ കൊടുക്കുമ്പോൾ വളരെ വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നും കൂടി നോക്കിയിട്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ BJPയിലെ പ്രശ്നമൊക്കെ മാധ്യമങ്ങളെ പഴിചേരുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മാധ്യമങ്ങൾ ആ വാർത്തകൾ, അവിടെ നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങളുടെ എതിരാളികളൊക്കെ തന്നെ അത് വലിയ ഗൗരവമുള്ള വിഷയമായി നിരവധി ചോദ്യങ്ങളായി BJPക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യം 3 പേരോടും, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ ഫലപ്രദമായി എത്തിയിട്ടുണ്ടോ, എത്താതിരുന്നിട്ടുണ്ടോ, അതിൽ തൃപ്തരാണോ, അസംതൃപ്തിയുണ്ടോ, ഇത് ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാകില്ലേ? ശ്രീ മുസ്തഫ, നേരത്തെ അവർ രണ്ടുപേരും പറഞ്ഞു, കാസർഗോഡ് 2 മുന്നണികളും സജ്ജമായി കഴിഞ്ഞു നിങ്ങളെ നേരിടാൻ. നിങ്ങൾക്ക് ആ ഒരു ആധിപത്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സജ്ജമായി കഴിഞ്ഞു. ക്ഷേമം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരുത്താണോ, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണോ വോട്ടർമാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ? ആ റൗണ്ട് കൂടി കഴിഞ്ഞ് ഇവരിലേക്ക് വരാം. ക്ഷേമം ഞങ്ങളുടെ കരുത്താണ്. നമ്മൾ പഴയ ഭ്രാന്താലയ സമാനമായ അവസ്ഥയിൽ നിന്ന് ഒരു ആധുനിക കേരളമായി വളർന്നു വന്നത് ഇടതുപക്ഷത്തിൻ്റെ തണലിൽ ജനക്ഷേമ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടാണ്. അതിൻ്റെ വലിയ കരുത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെല്ലാമുള്ള പദ്ധതികളിലൂടെ സാധാരണ മനുഷ്യന് പോലും ജീവിക്കാനുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന നാടാണ് കേരളം. പക്ഷെ അത്തരം ഒരു കേരളത്തിൽ ചില പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ മരണത്തെ ഒരു സമരമാക്കി മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ ചില പ്രവർത്തകരുടെ ആത്മഹത്യ നമ്മളാരും സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നല്ലല്ലോ. സ്വയം മരിക്കാൻ തീരുമാനിച്ച് ഇനി ഞാൻ ജീവിതത്തിലില്ല എന്ന് തീരുമാനിച്ച ആളുകൾ അവസാനം എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പുകൾ. അതിലാണ് തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറായിരുന്ന, കോർപ്പറേഷൻ്റെ നെടുംതൂണായിരുന്ന BJP നേതാവ് എഴുതി വെക്കുന്നത്,
എൻ്റെ ഈ മരണത്തിന് ഞാനിങ്ങനെ മരണം സ്വയം വരിക്കാൻ കാരണം ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ്. ആ പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു സഹകരണ സംഘത്തിൻ്റെ ഭാരിച്ച പ്രശ്നങ്ങൾ വന്നു. പാർട്ടി എന്നെ സഹായിക്കുന്നില്ല, ഞാനിവിടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇന്നലെ മരിച്ച അനിൽ തമ്പി 16-ാം വയസ്സിൽ RSSകാരനായിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. അയാൾ അവസാനത്തെ നിമിഷം വളരെ നീണ്ട കുറിപ്പെഴുതി വെക്കുകയാണ്. ഒരു RSSകാരനായി പോയി എന്നതാണ് എൻ്റെ ജീവിതത്തിലെ പെശക്. പാർട്ടി നേതൃത്വം എന്നെ പറഞ്ഞ് പറ്റിച്ചു. അനന്തു അജി എന്ന് പറയുന്ന 20 വയസ്സ് പ്രായമുണ്ടായിരുന്നയാൾ പത്തനംതിട്ടക്കാരനാണ്. പക്ഷെ അയാളും വന്ന് മരണം വരിച്ചത് തമ്പാനൂരിലെ ലോഡ്ജിൽ നിന്നാണ്. അയാളും എഴുതി വെക്കുന്നു, ഒരു കുഞ്ഞിനെയും ഇനി RSS ആക്കാൻ പാടില്ല. ഇതാരും മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല, പ്രതിപക്ഷവും BJP വിരുദ്ധരും ഉണ്ടാക്കിയതല്ല. നിങ്ങളുടെ കൂടെ എത്രയോ കാലം പ്രവർത്തിച്ച ആളുകൾ എഴുതി വെക്കുകയാണ് മരണത്തിൻ്റെ തൊട്ടു മുന്നിൽ. യഥാർത്ഥത്തിൽ അവരങ്ങനെ ആകേണ്ടതല്ല കേരളം പോലെ ഒരു നാട്ടിൽ. കാരണം കേരളത്തിൽ ഈ പാർപ്പിടം, ഭക്ഷണം, തൊഴിൽ, വരുമാനം, വിദ്യാഭ്യാസം, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം ഈ കേരളം ഇന്ത്യയിൽ നമ്പർ 1 നേടിയെടുത്തിട്ടുണ്ട്. അത്തരമൊരു നാട്ടിൽ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ പേരിൽ സ്വന്തം പാർട്ടി ഉപേക്ഷിച്ചാൽ ഇതെല്ലാം ജീവിക്കാനുള്ള വകയായിട്ട് ഇവിടെ ഉണ്ട്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യയെ അഭയം പ്രാപിക്കേണ്ടതല്ല. പക്ഷെ അതുകൊണ്ട് ആത്മഹത്യയല്ല, അത് സ്വന്തം പാർട്ടിയുടെ നേതൃത്വം കാണിക്കുന്ന നെറികേടുകൾക്കെതിരെ മരണത്തെ അവരൊരു സമരായുധമാക്കിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മഹത്യ എന്നല്ല BJPയുടെ ചില പ്രവർത്തകർ നടത്തിയ ആ സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത്. സ്വന്തം പാർട്ടി നേതൃത്വത്തിൻ്റെ ജീർണതയ്ക്കെതിരെയും നെറികേടുകൾക്കെതിരെയും അവർ മരണത്തെ ഒരു സമരായുധമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ അതിജീവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ കൂടുതൽ ക്ഷേമവും വികസനവും നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. ഈ റൗണ്ടിൽ ഈ വന്ന വിഷയത്തിൽ താങ്കളുടെ കൂടി അല്ലെങ്കിൽ UDFന്റെ അഭിപ്രായം കേട്ട് BJP അതിനുശേഷം തിരുവനന്തപുരത്തെ ഒരു മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ കാലം അത്രയും ഉണ്ടായി 9.5 വർഷക്കാലം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ മനംതൊന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, കർഷകരുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കണ്ണൂർ ആന്തൂരിൽ ഭരിച്ച പ്രിയപ്പെട്ട സാജൻ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മരണത്തിന് ഉത്തരവാദികളായവരാ. ഇത് ഞാൻ ന്യായീകരിക്കല്ല. BJPയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അവിടെ കിടക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ്, വയനാട്ടിലെ കർഷകരുടെ ആത്മഹത്യ, ഇവിടെ വന്യജീവി ആക്രമണം കൊണ്ട് മരണപ്പെട്ട വയനാട്ടിൽ ആദിവാസി സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണം, എത്ര മരണങ്ങളായി കഴിഞ്ഞ 9.5 വർഷം നമ്മൾ കണ്ടത്. പട്ടിണി കിടന്ന് മരിച്ച ആളുകളുണ്ട്, ഭക്ഷണം കിട്ടാതെ മരിച്ച ആളുകൾ. ഈ കേരളത്തിൽ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതിദരിദ്രമില്ലാത്ത നാടാണ്, അതിദരിദ്രമില്ലാത്ത നാട്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഞാൻ പിന്നീട് പറയാം. അതിദരിദ്രം നമുക്ക് അടക്കാം. അങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ഈ നാട് ഇപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്, കേരളം ഭ്രാന്താലയമാകാൻ വേണ്ടി പോകുക. കേരളം ഭ്രാന്താലയമാകാൻ വേണ്ടി പോകുക. ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി നിങ്ങൾ നോക്കിക്കോ, ആളുകൾ പച്ചയ്ക്ക് തെരുവിലിറങ്ങി ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സുരേഷ് ഏതായാലും വയനാടിനെ കുറിച്ച് സുരേഷ് തന്നെ പറഞ്ഞത് നന്നായി. അവിടെ കർഷകർ ആത്മഹത്യ ചെയ്തതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആത്മഹത്യ ചെയ്തത്. സ്വന്തം പാർട്ടിയുടെ തിരുവനന്തപുരത്ത് BJPക്കാരാണ് അവരുടെ പാർട്ടി നേതൃത്വത്തിനെതിരെ സമരം ചെയ്യുന്നതെങ്കിൽ വയനാട് ജില്ലയിൽ സെക്രട്ടറി നോക്കിയാൽ മതി. കണ്ണൂരെ സ്പിന്നിംഗ് മില്ലിൽ കോൺഗ്രസും INTUസും CIT ഒന്നിച്ച് സമരത്തിന് ഇറങ്ങിയിരിക്കുക ആ പ്രസ്ഥാനം പൂട്ടുന്നതിനെതിരെ. ആത്മഹത്യയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമെങ്കിൽ അതിൽ പ്രതിക്കൂട്ടിലാകുന്നത് ഈ LDF സർക്കാരാണ്, CPM ആണ്, മുസ്തഫയുടെ പാർട്ടിയാണ്. കാരണം സ്വന്തം പാർട്ടി ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഇടതുപക്ഷ യൂണിയൻ്റെ നേതാവായിരുന്ന ADM, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്, അതിന് നേരിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ദിവ്യക്കാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മറക്കുന്നില്ല. നേരത്തെ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അദ്ദേഹം വിദേശത്തു നിന്ന് ഇവിടെ വന്ന് നിക്ഷേപിച്ച് ഒരു കെട്ടിടം പണിത് അതിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം തുടങ്ങിയപ്പോൾ അതിന് നിങ്ങളുടെ നേതാവ് ചെയർപേഴ്സൺ ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് ലൈസൻസ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ
നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നവീൻ ബാബുവിനെ കൊന്ന അല്ലെങ്കിൽ ആത്മഹത്യക്ക് നയിച്ചവരെ അന്വേഷിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർഡായിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയ നിങ്ങളാണ് പ്രതിക്കൂട്ടിൽ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയല്ല. യെസ്, എവിടെ തുടങ്ങിക്കോളൂ. ഒരു BJP നേതാവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനൊരു കോൺഗ്രസ് നേതാവ്, നമുക്ക് ഇപ്പോൾ കാഴ്ചക്കാർക്ക് തോന്നിയത് അങ്ങനെയാണ്, അതിനൊരു കോൺഗ്രസ് നേതാവ് വിശദീകരണം കൊടുക്കുന്നത്. ചോദ്യം എവിടെയാണ് ചോദിച്ചത്? ശ്രീകാന്ത് സാറിനോടാണ് ചോദിച്ചത്. പക്ഷേ അതെ അങ്ങനെയാണ് നമുക്ക് സഹോദരി, ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിന്റെ സുരേഷ് ആവശ്യമില്ല. കോൺഗ്രസും BJPയും ഒരമ്മ പെറ്റ ഇരട്ട മക്കളാന്നുള്ളൊരു സംസാരമുണ്ട്. സാറിന്റെ ഈ വർത്താനം നമുക്കത് സത്യാണെന്നാണ് തോന്നുന്നത്. ഈ CPM-ഉം കോൺഗ്രസും സയാമിസ് ഇരട്ടകളാണ്. കേരളത്തിൽ കോലീബി എന്ന പ്രയോഗം ഉണ്ടായത് തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. അത് സംഭാവന ചെയ്ത് ആരാന്നറിയാലോ? പഴയ കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടാകുമ്പോൾ അന്ന് കോൺഗ്രസും ലീഗും BJPയും ചേർന്നിട്ടാണ് ആദ്യം ജില്ലാ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയത്. പിന്നീട് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷം സ്ഥിരമായിട്ട് ജയിച്ചു വരുന്ന ഒരൊറ്റ പഞ്ചായത്തേ ഉള്ളൂ. അത് പുത്തിക ഗ്രാമപഞ്ചായത്താണ്. ബാക്കി ചിലത് UDF-ഉം 1-2 BJPയുമാണ് ആ മണ്ഡലത്തിൽ. പക്ഷേ അവിടെ ആ പുത്തിക പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ 2010-ൽ ഒരു മടിയുമില്ലാതെ തുറന്ന കോലീബി സഖ്യമുണ്ടാക്കിയവരാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ അങ്ങനെ ഒരു പരോക്ഷ ധാരണ UDF-ന്റെ ചെയർമാൻ ഉണ്ടായത് സുരേഷിന് അജാനൂർക്കാരനായതുകൊണ്ട് ഓർമ്മയില്ലെങ്കിലും ഈ കാഞ്ഞങ്ങാട് നഗരസഭക്കാർക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് കോലീബി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിലേക്ക് തന്നെ അങ്ങനെ ഒരു പരീക്ഷണം സംഭാവന ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ BJPയും കോൺഗ്രസും ലീഗും. മുസ്തഫ കോലീബിയെ കുറിച്ച് പറഞ്ഞത് മുസ്തഫ ബോധപൂർവം മറന്നതുണ്ട്. കോമാലി സഖ്യം, കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യം, അത് ഇപ്പോഴും മീഞ്ചയിൽ ഭരിക്കുകയാണ്, പൈവളിക്കയിൽ ഭരിക്കുകയാണ്, അവിടെ മഞ്ചേശ്വരം ബ്ലോക്കിൽ ഭരിക്കുകയാണ്. അവിടെ എല്ലാം BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. BJP അധികാരത്തിൽ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് 2020-ൽ നിങ്ങൾ അന്നുണ്ടാക്കിയ സഖ്യം ഇപ്പോഴും തുടരുകയാണ്. കൃത്യമായ നിലപാട് UDF-നുണ്ട്. 19 ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നത്. ഞങ്ങൾ 25-ൽ അധികം പഞ്ചായത്തുകളിലേക്ക് ഞങ്ങൾ ഇക്കുറി ഭരണത്തിലേക്ക് എത്തും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഇക്കുറി ഭരിക്കും. അതിനൊന്നും ഒരാളുടെ സഹായം ഈ മുന്നണിക്കകത്ത് വോട്ടുകൾ ഞങ്ങൾ സാധാരണ ഇലക്ഷനാണ്, സ്ഥാനാർത്ഥികൾ എന്നുള്ളതൊക്കെ പല ആൾ വോട്ട് ചോദിക്കും. പക്ഷേ ഞങ്ങളുടെ കക്ഷികൾപ്പെട്ട ആളുകളല്ലാത്ത മറ്റൊരു വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം അത് പറഞ്ഞ പോലെ OT-ലാണോ? ഒരു സഹകരണത്തിലേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയില്ലേ അത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് SDP വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം കൃത്യമായ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബാന്ധവവും BJP ആയിട്ട് എവിടെയില്ല, LDF ആയിട്ടുമില്ല. ഞങ്ങൾ UDF കക്ഷിയായി തന്നെ. ഞാൻ പറഞ്ഞ കൂട്ടുകെട്ടോ പൊളിറ്റിക്സിനകത്ത് കൃത്യമായി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധവും ഞങ്ങൾ ഇവിടെ ഇല്ല. വെൽഫെയർ പാർട്ടി രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പല ആളുകൾ വോട്ട് വാങ്ങിക്കും. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. വെൽഫെയർ പാർട്ടിയുമായി ഇപ്പോൾ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലും നിരന്തരം ഒരു സഹകരണത്തിലേക്ക് പോകുന്നതിന്റെ പുതിയ വിവരങ്ങൾ വരുന്നു. ആരെങ്കിലും ഞങ്ങളെ ഇവിടെയോ കോഴിക്കോടോ അതിനകത്ത് ഞങ്ങളെ സഹായിക്കാൻ വരുന്നവരുടെ സഹായം ഒരു സ്ഥാനാർത്ഥി വ്യക്തിപരമായി സഹായിക്കലല്ല, രാഷ്ട്രീയമായില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങളില്ല. കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഈ ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് ബെള്ളൂർ. ആ ബെള്ളൂര് എത്രയോ ദീർഘകാലം കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ തുടർച്ചയായിട്ട് BJP ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സുരേഷ് ഒന്ന് ബെള്ളൂര് പോയിട്ടൊന്ന് അന്വേഷിക്കൂ. കുമ്പടാജെ പഞ്ചായത്ത് നേരത്തെ BJP കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. എങ്ങനെയാണ് അത് BJPയുടെ കൈകളിലേക്ക് എത്തിയത്? കാറടുക്ക ഗ്രാമപഞ്ചായത്ത്, മുള്ളേരിയ ടൗൺ ഉൾപ്പെടെയുള്ള വലിയ പഞ്ചായത്താ. അതെങ്ങനെയാണ് UDF ഭരിച്ചുകൊണ്ടിരുന്ന ആ പഞ്ചായത്ത്, കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരുണ്ടായിരുന്ന ആ പഞ്ചായത്ത് എങ്ങനെയാണ് BJPയുടെ? ഈ ജില്ലയിൽ ഇപ്പോൾ ആകെ 3 പഞ്ചായത്തെ BJP ഭരിക്കുന്നുള്ളൂ. അതെല്ലാം നേരത്തെ UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. ഇടതുപക്ഷം സ്ഥിരമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തിലും ഇപ്പോഴും BJPക്ക് കാലുകുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ കോൺഗ്രസ് ദുർബലപ്പെട്ടുവോ അവിടെയെല്ലാമാണ് BJP വളരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം സ്വന്തം പാർട്ടി ഉണ്ടാക്ക്. നിങ്ങളിപ്പോൾ ഈസ്റ്റളേരി, ബളാല്, കള്ളാറ്, അതിനപ്പുറത്ത് എവിടെയാണ് ഈ ജില്ലയിലുള്ളത്? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, UDF, ലീഗിന്റെ കാർമ്മികത്വത്തിൽ
കാസർഗോഡ് വിഷയമാണോ? തീർച്ചയായിട്ടും പൂർണ്ണമായി അതേ നിഷേധിച്ചു. അതിന്റെ വലിയ അനുഭവമുള്ള ഒരു പാർട്ടി കൂടിയാണ് ഈ ജില്ലയിലെ കോൺഗ്രസ്. നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദി ആശയങ്ങൾ ലീഗ് ഏറ്റെടുത്തപ്പോൾ അതിന്റെ ദുരിതം അനുഭവിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസിന്റെ. യൂത്ത് കോൺഗ്രസിന്റെ കാസർഗോട്ടെ മണ്ഡലം പ്രസിഡന്റ് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചു, അങ്ങനെ വിവാഹം കഴിച്ചു. അതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ കൊന്നു. ഇന്ന് വരെ കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടുണ്ടോ അക്കാര്യത്തിൽ? ആ ചെറുപ്പക്കാരനെ കൊന്ന കേസിൽ ഇന്ന് വരെ ഒരു ഇടപെടൽ ഈ ജില്ലയിലെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി കേസ് നടത്തിയത് അവരാണെന്നാണ് അത് പറഞ്ഞാൽ കാറടിക്കയിലെ കോൺഗ്രസ്സുകാർ നിങ്ങളെ ഓടിക്കും. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കാണിക്കണ്ട എങ്ങനെയാണ് ബാലകൃഷ്ണൻ വധത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്നുള്ളത്. അവിടെ കിട്ടേണ്ട വോട്ടും ഇല്ലാതാവണ്ട. അത് കേസ് നടത്തിയത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ്? ആ കേസിന്റെ വിധിയും കൂടി ആ കേസിന്റെ വിധിയും കൂടി പറഞ്ഞോ നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഈ ജില്ലയിൽ നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തീവ്രവാദി ആശയങ്ങൾക്ക് വിധേയപ്പെട്ട ലീഗിന് അടിമകളായി തീർന്നു കോൺഗ്രസ്. ആ പ്രശ്നം കൂടി കാണേണ്ടതുണ്ട്. UDF എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും? ക്ഷേമ പെൻഷൻ ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കുന്നു എന്ന്. ഇപ്പോൾ 2000 രൂപ പെൻഷൻ അപ്പോൾ പറയുന്നു കൊടുക്കുന്നു. സുരേഷ്, ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളോട് എന്താണ് നിങ്ങൾക്കില്ലതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചേട്ടൻ ആളല്ലേ? പെൻഷൻ കിട്ടിയോ? കയ്യിൽ കിട്ടിയോ? നിങ്ങൾക്ക് കഴിഞ്ഞ മാസം വരെയുള്ള പെൻഷൻ കിട്ടിയോ? കിട്ടി. KC വേണുഗോപാൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പെൻഷനെ കുറിച്ച് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഇറക്കിയ പ്രകടന പത്രികയിൽ 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ എടുക്കുമ്പോൾ അത് 2000 പ്രഖ്യാപിച്ചു. അപ്പൊ എന്താ 2500 നിങ്ങൾ ചോദിക്കാത്ത? അത് നല്ലതല്ലേ? അതായത് എന്താ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം ഇത് ഓർമ്മ വരുന്നു? ഞങ്ങളാരും അതിന്റെ യാഥാർത്ഥ്യം KC വേണുഗോപാൽ പറഞ്ഞതിനെ കുറിച്ച്, അതായത് ഇനിയും 6-7 മാസം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനുണ്ട്. കോൺഗ്രസ് പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്നവരാ. ഈ രാജ്യത്ത് പെൻഷൻ കൊണ്ടുവന്ന പാർട്ടി കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ദിവാസ്വപ്നം കണ്ടു. ഇത് ഞങ്ങളുടെ തലയിൽ മുസ്തഫ, പെൻഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നത്? 2500 പറഞ്ഞവരല്ലേ നിങ്ങൾ എന്തുകൊണ്ട് 2000 ഒതുക്കി? അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണോ അവർക്ക്? അതെന്ന് വെച്ചാൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷനോട് അതിൻ്റെ തുടക്കകാലം തൊട്ട് അലർജിയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസും UDF-ഉം. 1980 EK നായനാർ ഗവൺമെൻറ് കർഷക തൊഴിലാളികൾക്ക് അന്നത്തെ 45 രൂപ, അന്നത്തെ 45 എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് ഒരു ഊൺ കാഞ്ഞങ്ങാട് ടൗണിൽ കിട്ടുന്ന കാലമാണ്. 2 രൂപയ്ക്ക് ഒരു കഷ്ണം പിട്ടും കിട്ടും, ഒരു ചായയും കിട്ടുന്ന കാലമാണ്. അതുകൊണ്ട് അത്രയും മൂല്യമുള്ള 45 രൂപയാണ് അന്ന് കൊടുത്തത്. അന്ന് അത് പ്രത്യുൽപാദനപരമല്ല, അത് ബീഡി വലിച്ചും കള്ളു കുടിച്ചും തീർക്കും എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചതിൻ്റെ രേഖ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ K കരുണാകരനുണ്ട്. അത് തൊട്ട് അവർക്ക് അലർജിയാണ്. അതുകൊണ്ട് അവരുള്ള കാലത്തെല്ലാം അതിനെ തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ അത് 2000 രൂപയിലേക്ക് എത്തിയത് 2016 വരുമ്പോൾ 600 രൂപയേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീകാന്തിൻ്റെ പാർട്ടി ഈ കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞ് മുറുക്കുമ്പോഴും ആ പ്രതിസന്ധികൾക്കൂടെ ഇടയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് 2021. ഇനിയും കിടക്കുന്നു 6-7 മാസം. അതിനു മുമ്പേ ഞങ്ങളത് നടപ്പിലാക്കി. നവംബർ 20-ാം തീയതി സുരേഷിന്റെ അയൽ വീട്ടിൽ 3600 രൂപ ഈ 2000 ഉൾപ്പെടെ കിട്ടും. ജനങ്ങളോട് ഇടതുപക്ഷത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 70 വയസ്സിനേക്കാൾ കൂടുതലുള്ള ആയുഷ്മാൻ ഭാരത്, വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ആയുഷ്മാൻ ഭാരത്, ആ കരാറിൽ ഇടതുപക്ഷം ഒപ്പുവെക്കാത്തത്? ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുകയല്ലേ ശ്രീകാന്ത്? ഇവിടെ 60 കഴിഞ്ഞാൽ കിട്ടുകയാണ് 2000 രൂപ. അതല്ല 2000 നിങ്ങൾ പറയുന്നത് 70-ന് ശേഷം. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 5 ലക്ഷം രൂപ വരെയുള്ള പൂർണ്ണമായിട്ട് സൗജന്യമുള്ള കിടത്തി ചികിത്സയ്ക്കുള്ള വയോവന്ധൻ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി വയോവന്ധൻ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് PM ശ്രീ ഇവിടെ നടപ്പിലാക്കിയത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? ഇത് കുട്ടികളോടുള്ള വഞ്ചനയല്ലേ? ഏത് ജനങ്ങൾക്കും വളരെ എളുപ്പം പ്രാപ്യമായ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം ഈ കേരളത്തിൽ നേരത്തെ തന്നെയുണ്ട്.
LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് ആളുകൾക്ക് ആശുപത്രിയിൽ പോയി കാരുണ്യ അവിടുത്തെ ബലവന്റെ PROയിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ച് ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് കൊടുത്താൽ ചികിത്സക്കുള്ള പണം അവിടെ വന്നു. നിങ്ങൾ ധാരാളം കുടുക്കുകളിട്ട് കൊണ്ടുവരുന്ന ഈ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ പ്രയോജനപ്പെടില്ല. അല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ കാരുണ്യ സ്കീം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ആശ്രയിക്കാതെ ഈ നാട്ടിൽ കാരുണ്യ ഭാഗ്യക്കുറി ഈ നാട്ടിൽ കാരുണ്യ ഭാഗ്യക്കുറി നടത്തി അതിനുള്ള ഫണ്ട് കണ്ടെത്തി കാരുണ്യ ബെനവലന്റ് സ്കീം ഞങ്ങൾ നടപ്പിലാക്കുന്നു. കാരുണ്യ ഉമ്മൻചാണ്ടിയുടേതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കാരുണ്യ ഉമ്മൻചാണ്ടിയുടെ ആ കാരുണ്യ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചിട്ടാണ് ഈ പിണറായി വിജയനെ അധികാരത്തിലെത്തിയത് എന്ന് കണ്ടാൽ മതി, തോന്നിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം കാരുണ്യ ബലവന്റ് ഫണ്ടിൽ നിന്നും ഫണ്ട് കിട്ടി ആരെങ്കിലും ഇതിനകത്ത് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത് ആളുകൾ ഒരാൾക്കും ഫണ്ട് കൊടുക്കുന്നില്ല. കാരുണ്യ ഫണ്ട് നിർത്തലാക്കിയിരിക്കുക. ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലം അതിന് മുമ്പത്തെ UDF ഗവൺമെന്റ് വളരെ കൃത്യമായി അപേക്ഷ കൊടുത്ത് രാവിലെ കൊടുത്ത വൈകിട്ട് തീർപ്പ് കൽപ്പിച്ച് ആ ആശുപത്രിയിലേക്ക് ഫണ്ട് അയച്ചിരുന്നു. ഇന്നത്തെ ഈ കാരുണ്യ ഫണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ക്യാൻസർ ലക്ഷത്തിലൊന്നോ കിട്ടുന്നുണ്ടാകും. തലശ്ശേരി ലക്ഷത്തിലൊന്നല്ല, തലശ്ശേരി പോയി നോക്ക് ക്യാൻസർ സെന്ററിൽ. തലശ്ശേരി ക്യാൻസർ സെന്ററിൽ പോയി നോക്ക്. അവിടെ എത്ര ദിവസം എപ്പോഴും ഇത് കൊടുക്കുന്നതാണ് നടന്ന് കാരുണ്യ പെൻഷൻ. കാരുണ്യ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി അത് ഒരു 3 മാസം ഒരു 1.5 മാസം മുന്നേ അടച്ചിട്ട് ഒരു ആശുപത്രിയാണ് അടച്ചിട്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജും അതേ സ്ഥിതിയിലാണ്. MBBS സീറ്റ് തുടങ്ങിയെന്നല്ലാതെ നമ്മുടെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ 13 വർഷമായി ഒരു കിടത്തി ചികിത്സ പോലും തുടങ്ങാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിൽ ഡോക്ടർമാരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ എയിംസ് പ്രൊപ്പോസലിൻ്റെ പേര് 2016 നിങ്ങൾ ഭരണത്തിൽ വരുന്ന ടൈമിന് ഉപ്പളയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു എൻഡോസൾഫാൻ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്ന രോഗോത്തര മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ഭായിനോട് എനിക്ക് പറയാനുള്ളത് പിന്നെ പെരിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു 50 ഏക്കർ മെഡിക്കൽ കോളേജിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ മെഡിക്കൽ കോളേജ് വന്നിട്ട് കാണുന്നുമില്ല. പിന്നെ ഇതിനെല്ലാം വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. PM ശ്രീ പദ്ധതി ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, PM ശ്രീ പദ്ധതി നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? എനിക്കതല്ല ചോദ്യം. അപ്പോൾ വിദ്യാഭ്യാസപരമായ നല്ലതിനാണ് അതെങ്കിൽ എന്തിന് ഒപ്പുവെച്ചതിൽ നിന്നും അവർ പിന്മാറി? ഈ സ്ഥലത്തിന് മാന്തോപ്പ് മൈതാനി എന്ന് പേര് വരാൻ കാരണക്കാരനായത് ശ്രീ AC കണ്ണൻ നായരാണ്. കാസർഗോഡ് ജില്ലയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുൻനിര നായകൻ. അദ്ദേഹം ഇവിടെ ഇപ്പോൾ അമ്മയും കുഞ്ഞ് ആശുപത്രി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ ഈ കാഞ്ഞങ്ങാട്ടെ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ കിട്ടാതെയാണ് മരിച്ചത്. അന്ന് വേണ്ടത്ര സൗകര്യങ്ങൾ, അന്ന് കേരളം ഭരിക്കുന്നത് UDF ആണ്. കാസർഗോഡ് അന്ന് ഒരു ജില്ലയായിട്ടില്ല. വടക്കൻ കേരളം അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചെമ്മട്ടം വയലിലുള്ള കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് നിങ്ങൾ പോകണം. അവിടെ സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താവുന്ന കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വന്നു. രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്താവുന്ന സൗകര്യങ്ങൾ അവിടെ മാത്രമല്ല, ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും വന്നു. മംഗൽപാടിയിൽ വന്നു, കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വന്നു, നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ വന്നു, തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വന്നു. ഏറ്റവും കൂടുതൽ വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ ആശുപത്രികളിലും ഈ ജില്ലയിൽ ഈ 9 വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. കാസർഗോഡ് ഈ ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിൽ ആ നിലയിലുള്ള വലിയ വികസനങ്ങളാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നിയന്ത്രണത്തിലുള്ളതാണ് ജില്ലാ ആശുപത്രി. വലിയ നിലയുള്ള വികസനവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ ദിവസവും കാസർഗോട്ടെയും കാഞ്ഞങ്ങാട്ടെയും ഈ പ്രധാനപ്പെട്ട ആശുപത്രികളിലുള്ള ഡോക്ടർമാരുടെ പേര് വിവരം തലേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. നാളെ ഇന്ന സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെല്ലാം ഉണ്ടാകും. അത്തരത്തിലുള്ള വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ധാരാളമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പോരാ, ഇതിനേക്കാൾ വരണം. സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള വലിയ പ്രവർത്തനങ്ങൾ. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്കൊരു സാധാരണ PHC ഉണ്ടാക്കുന്നത് പോലെ ലാഘവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അതിൻ്റെ അനുമതി കിട്ടാൻ തന്നെ സമയമെടുത്തു. പക്ഷേ ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ കേന്ദ്ര സർക്കാർ എടുത്ത അതിൻ്റെ മെഡിക്കൽ കൗൺസിൽ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എടുത്ത നിലപാടെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ തന്നെ MBBS സീറ്റുകളുടെ എണ്ണം
ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിന് ഇനി പുതിയ മെഡിക്കൽ കോളേജ് വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ഭരണാധികാരികളെ കണ്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇപ്പോൾ ഇടുക്കിയിലും കാസർകോട്ടെയും മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. കിട്ടിയ ഉടനെ 2 മാസം കൊണ്ട് പ്രവേശനം നൽകി MBBS ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ കെട്ടിട സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ അക്കാദമിക് വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഒരു 70കളിലോ 80കളിലോ ഒക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ 9 വർഷം വലിയ നിലയിൽ. എന്നാൽ ഒരു പ്രശ്നമുണ്ട് ശരത്തെ, അത് നേരത്തെ കാസർഗോഡുകാർ നേരിടുന്നതാണ്. സിനിമയിലൊക്കെ നിങ്ങൾ ഡയലോഗ് കേൾക്കുമല്ലോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തെറ്റായിട്ട് പെരുമാറിയാൽ നിന്നെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ആ പ്രശ്നം ഇപ്പോഴും നേരിടുകയാണ്. 14 ഡോക്ടർമാരെ ഈ കഴിഞ്ഞ മാസം നിയമിച്ചു. ഒരാൾ പോലും ചാർജ് എടുക്കാൻ തയ്യാറാകുന്നില്ല, കാസർഗോഡേക്ക് ചാർജ് എടുക്കാൻ തയ്യാറാകുന്നില്ല. ആ അസ്കിത നമുക്ക് പൊതുബോധത്തിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചതിൽ എന്താ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അതിനെയാണ് കൃത്യമായിട്ട് എതിർത്തിരിക്കുന്നത്, അതിൻ്റെ ഉള്ളടക്കത്തെയാണ് എതിർത്തിരിക്കുന്നത്. ആ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ചില പാഠഭാഗങ്ങൾ ഇനി പഠിപ്പിക്കേണ്ടതില്ല. മുഗൾ ഭരണകാലം പഠിപ്പിക്കേണ്ടതില്ല, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല, ഗാന്ധിവധം പഠിപ്പിക്കേണ്ടതില്ല. CBSE സിലബസ് ഉള്ള കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകളിൽ ആ സിലബസ് നടപ്പിലാക്കിയപ്പോൾ ഞങ്ങളത് കേരളത്തിൽ പഠിപ്പിച്ചു. കേരളത്തിൽ പ്രത്യേകം സിലബസ് ഉണ്ടാക്കി, കേരളത്തിൽ പ്രത്യേകം പാഠഭാഗങ്ങൾ ഉണ്ടാക്കി, അത് പഠിപ്പിച്ചു ഈ കേരളം. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെയും സൂക്ഷിക്കേണ്ട കാര്യമില്ല. കൃത്യമായ നിലപാടെടുത്തിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എതിരിടേണ്ടത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു PMCയിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനത്തിനെതിരെ പോകണം. എയിംസിന്റെ കാര്യം സുഹൃത്ത് പറഞ്ഞില്ലേ, എന്റെ എയിംസ് കേരളത്തിന് തന്നെ അനുവദിക്കാത്തത്? എന്നിട്ട് വേണ്ട എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ. ആലപ്പുഴ വേണോ, തൃശ്ശൂർ വേണോ, കോഴിക്കോട് വേണോ, കാസർഗോഡ് വേണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം കേരളത്തിന് നമുക്ക് കൊണ്ടു. ആദ്യം എയിംസ് കേരളത്തിന് താ. PMCയിൽ ഇത്രയും കുറ്റം കാണുന്ന മുസ്തഫയുടെ പാർട്ടി ഭരിക്കുന്ന ഇടതുപക്ഷം എന്തിന് PMC പദ്ധതിയിൽ ധാരണ പറയൂ? PMCയിൽ ഒപ്പുവെച്ചത് എന്തിനാണ്? നല്ലതെന്ന് അറിഞ്ഞിട്ടല്ലേ? നിങ്ങളുടെ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ രണ്ടാള് പാർട്ടി അവിടെ കേട്ടെ. ഈ ആരോഗ്യ മേഖലയുടെ പ്രശ്നം പറഞ്ഞു. ഇവിടെ 14 ഡോക്ടർമാരെ നിയമിച്ചു, അവർ വരുന്നില്ല. ഈ വരാത്തതിന് കാരണം എന്താണ്? എല്ലാവരും പറയുന്നത് ഒന്നാണ്, കാസർഗോഡിൽ ഒരു അടിസ്ഥാന സൗകര്യമില്ല, അതുകൊണ്ട് അവിടെ പോയി കഷ്ടപ്പെടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് വരാതിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അതുകൊണ്ട് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എയിംസിന്റെ കാര്യം റോഡുകൾ, നല്ല മനുഷ്യർ, ഒരു ഗ്രാമപഞ്ചായത്തിൽ നല്ല നാടാണ് കാസർഗോഡ്, ജില്ലയാണ് കാസർഗോഡ്, നല്ല നാടാണ് കാസർഗോഡ്. ശ്രീകാന്തിന്റെ നാട് ഉദുമയിൽ 5 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഒരൊറ്റ ഗ്രാമപഞ്ചായത്തിൽ. അത്രയേറെ ഭൗതിക സൗകര്യങ്ങൾ ഈ കാസർഗോഡ് വന്നു. എയിംസിന്റെ കാര്യത്തില് ഞങ്ങൾ വളരെ ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ഒരേ നിലപാടിലുണ്ട്, മാറ്റമില്ല. ഇതുവരെ അനൗൺസ് ചെയ്തില്ല. അല്ല പറയട്ടെ, അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ പ്രപ്പോസ് ചെയ്യണ്ടേ? എത്ര കാലം പ്രപ്പോസ് ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, സ്ഥലം വരെ കൊടുത്തു, സ്ഥലം വരെ പ്രപ്പോസ് ചെയ്ത് കൊടുത്തു. എയിംസ് കാസർഗോഡ് വേണം എന്ന കാര്യത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഞാൻ അവതരിപ്പിച്ച എയിംസ് കാസർഗോഡ് വേണമെന്ന് എല്ലാവരും കൂടി അംഗീകരിച്ച ശ്രീ മുസ്തഫ അടക്കമുള്ള എല്ലാ മെമ്പറും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പാസ്സാക്കിയതാണ്. കാസർഗോഡിൽ എയിംസ് വേണം, ആ എയിംസ് വേണം എന്ന പ്രപ്പോസൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പാസ്സാക്കിയതാണ്. ഞാനിപ്പോൾ ഈ 2025 മുസ്തഫയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുസ്തഫ, താങ്കളും താങ്കളുടെ പാർട്ടിയും കാസർഗോഡ് ജില്ലയിൽ ഈ പ്രപ്പോസൽ പരിഗണിക്കണമെന്ന്
ഒരു കത്ത് സംസ്ഥാന ശ്രീകാന്ത്, സർക്കാരിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന കൊടുക്കാൻ- മോദി സർക്കാർ കേരളത്തിന് എയിംസ് കൊടുക്കൂ. അതാണ് നിങ്ങളുടെ റോൾ. നിങ്ങളുടെ റോള് നിങ്ങൾ നിർവഹിക്കാതെയാണ് ഇത് പറയുന്നത്. BJP നേതാവിൽ നിന്ന് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എയിംസ് കേരളത്തിന് നിങ്ങൾ എന്തേ തരുന്നില്ല? അതിനുശേഷമല്ലേ ഇവിടെ കാസർഗോഡ് വേണോ, തൃശ്ശൂർ വേണോ, ആലപ്പുഴ വേണോ? ഞാൻ കാസർഗോഡ് നിന്നുകൊണ്ട് ഈ എയിംസ് കാസർഗോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് നല്ല കാര്യം, ഞാൻ അതല്ല പറഞ്ഞേ. പക്ഷെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരുന്നില്ല. അതിനാണ് നിങ്ങൾ മറുപടി പറയുന്നത്. മുസ്തഫ, നമ്മൾ എല്ലാവരും കൂടി എടുത്ത പ്രമേയം, ആ പ്രമേയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ സർക്കാർ കേരളത്തില് എയിംസ് വേണം, ആ എയിംസ് കാസർഗോഡ് ഇന്ന സ്ഥലത്ത് മോദി സർക്കാർ തരാത്തതിനെ കുറിച്ച് കൂടി പറയൂ ശ്രീകാന്ത്. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? കേന്ദ്ര സഹമന്ത്രി ആലപ്പുഴ വേണം, അവിടെ വേണം, ഇവിടെ വേണം. ആകെ കൺഫ്യൂസ് ചെയ്യിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞപ്പോ സർക്കാർ ഒട്ട് തരുന്നുമില്ല, കേന്ദ്ര സർക്കാർ ഒട്ട് തരുന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിന് ഞങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്ത് പറയുന്നു കാസർഗോഡ് വേണമെന്നു. നീ ഇവിടെ നിന്ന് പോയ കേന്ദ്ര സഹമന്ത്രി പറയുന്നുണ്ടോ അത് കാസർഗോഡ് തരാമെന്ന് പറയുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞങ്ങൾ പറയുന്നുണ്ട്. നിൽക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ, അവിടെ കൊടുക്കുന്നല്ലേ പറയാൻ അനുവദിക്കുന്നേ. കേരളത്തിലേക്ക് വേണമെന്ന് കേരളം കൃത്യമായിട്ട് പ്രപ്പോസൽ ചെയ്യണം. ഇതുവരെ കൃത്യമായിട്ട് തയ്യാറില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത്ര ഏക്കർ സ്ഥലം ഇങ്ങനെ പ്രപ്പോസൽ വെച്ച് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കൂ, എയിംസ് കേരളത്തിനാണെന്ന് പറഞ്ഞ ശേഷം കേരള സർക്കാർ കൊടുത്ത ആ ലാൻഡിനെ സംബന്ധിച്ച പ്രപ്പോസൽ പരിശോധിക്കൂ. അത് പോരായെങ്കിൽ വേറെ ആലോചിക്കാം. ഇതല്ലാതെ ഒരു സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കേട്ട കാര്യമാണ്. കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയൊരു കത്തുണ്ട്, വിശദമായിട്ട് കാസർഗോഡിന്റെ പിന്നാക്കാവസ്ഥയൊക്കെ പറഞ്ഞിട്ട്. ആ കത്ത് പൊഴുത്തി വെച്ചില്ലേ? എന്തുകൊണ്ട് കാസർഗോഡ് പറയുന്നില്ല? ആഗ്രഹിക്കുന്നത് ആ ഉത്തരമാണ് ആദ്യം. എയിംസിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. അല്ല, നിങ്ങളുടെ എം പി എന്താ ചെയ്തത്? ഞങ്ങൾ പറയാം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MP KC വേണുഗോപാൽ പറഞ്ഞു കാസർഗോഡ് രമേശ് ചെന്നിത്തല നിങ്ങൾ രണ്ടുപേരും, കാരണം ശരത്ത് പറഞ്ഞതിന്റെ മറുപടി തീരുമാനിക്കും. സുരേഷ്, നിങ്ങൾക്ക് KC വേണുഗോപാൽ പറഞ്ഞതിന് അപ്പുറത്ത് പോകാൻ കഴിയുമോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടിയോ? എന്തിനാ കാസർഗോഡ് എന്തെങ്കിലും പറയുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട MP കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് 3 തവണ നിവേദനം കൊടുത്തു. കാസർഗോഡാണ് എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും ഭൗതികമായ സാഹചര്യമുള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ അത് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഒരു കാസർഗോഡുകാരൻ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് വന്ന ഒരുപാട് ആളുകൾ കേട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മതി. കോൺഗ്രസ് ആ കാര്യത്തിൽ കാസർഗോഡിന് വേണ്ടി പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് കാസർഗോഡിന് വേണ്ടി തന്നെയാണ്. എന്താ ഒരു കള്ളക്കളി മുസ്തഫ? എന്താണ് പറയൂ നിങ്ങൾ. ഈ ജില്ല എൻഡോസൾഫാൻ വിക്ടിംസ് ഒരുപാട് കാലമായി കഷ്ടപ്പെട്ട് യാതന അനുഭവിച്ച് ഒരുപാട് സമരങ്ങൾ നടത്തി ദീർഘനാൾ പട്ടിണി കിടന്നു സമരം നടത്തിയ ഒരു ജില്ലയാണ് ഈ ജില്ല. ആ ജില്ലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല തവണ വന്ന് പ്രസംഗിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും ചെയ്യുന്നു പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്തേ കാസർഗോഡിന് വേണ്ടി ഒരു നിലപാട് പറയാൻ മനസ്സിലായി? എൻഡോസൾഫാൻ വിക്ടിംസിന്റെ കാര്യത്തിൽ ആദ്യം ഒരു സർക്കാർ നടപടി ഉണ്ടാകുന്നത് 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ LDF ഗവൺമെന്റിന്റെ കാലത്താണ്. ഒരു പ്രത്യേകം സെല്ലുണ്ടാക്കി ഒരു ഡെപ്യൂട്ടി കളക്ടറെ അതിനുവേണ്ടി മാത്രം നിയോഗിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2016-ലെ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേകം ആശുപത്രി ഉണ്ടാക്കി, അവർക്ക് പെൻഷൻ സ്കീം ഏർപ്പെടുത്തി, ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. സുപ്രീം കോടതി DYFI സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടാണ് ഈ എൻഡോസൾഫാൻ വിക്ടിംസിന് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻഡോസൾഫാൻ വിഷയത്തിൽ വേറെ ആരും കരയേണ്ട കാര്യമില്ല, അത് ഇടതുപക്ഷം ഏറ്റെടുത്താണ്. എന്നാൽ എന്താ എയിംസിന്റെ കാര്യം? ഈ സുരേഷിന്റെ പാർട്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, സുരേഷ് അന്ന് നിങ്ങളുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഏത് ജില്ലയാണ്, ഏത് പ്രദേശമാണ് എയിംസിന് വേണ്ടി പ്രപ്പോസ് ചെയ്തത്? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന് എഴുതി കൊടുത്ത കത്ത് ഈ കേരളത്തിൽ എവിടെ, ഏത് ജില്ലയിൽ എയിംസ് വേണമെന്നാണ്? കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും ഇങ്ങോട്ട് കത്തെഴുതി ചോദിച്ചു. നേരത്തെ മുൻ സർക്കാരിന്റെ കാലത്ത്, കേരളത്തിലെ UDF സർക്കാരിന്റെ കാലത്ത് ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എന്താ പ്രശ്നം? പുതിയ സ്ഥലം നിർദ്ദേശിച്ച് പുതിയ പ്രപ്പോസലുമായി പോയാൽ വീണ്ടും എയിംസ് വൈകും. അതുകൊണ്ട് അന്ന്
പിണറായി സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ 500 ഏക്കർ സ്ഥലം കാണിച്ചു കൊടുത്തു. കേന്ദ്രത്തിന്റെ ആളുകൾ വന്നു, പരിശോധിച്ചു. എന്നിട്ടും എന്തേ 9 വർഷം 10 വർഷമായി ആ എയിംസ് കേരളത്തിന് വരാത്തത്? കേരളത്തിനെ തരാത്ത എയിംസ് ആലപ്പുഴക്ക് കൊണ്ടുപോകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. നരേന്ദ്രമോദിയുടെ അടുത്ത് കിടക്കുന്നയാൾ പറയുന്നു അത് ആലപ്പുഴയിലെ അനുവദിക്കൂ എന്നാണ്. ആലപ്പുഴ എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ വരില്ല. ശ്രീ സുരേഷ് ഗോപി ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് വേണമെന്ന് പറഞ്ഞവരാണ് ഞങ്ങള്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശബ്ദത്തിന്, ശ്രീകാന്തിന്റെ ശബ്ദത്തിന് എന്ത് വില? മുസ്തഫയോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡിൽ എയിംസ് വരണമെന്ന് പറയാനോട് പറയുന്നത് കേരളത്തിന് എവിടെ വേണമെന്ന് തീരുമാനിക്കാം. ആദ്യം എന്തിനീ പ്രാദേശികവാദം? റോഡില്ല, പിന്നെ ഡോക്ടർമാർ വന്നാൽ വെള്ളമില്ല, കുടിവെള്ളം എത്തിക്കേണ്ടതും അതുപോലെ തന്നെ ബാക്കിയുള്ള സംവിധാന റോഡുകളാണ്. നിങ്ങളുടെ 3 പേരുടെയും കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷനിലേക്ക് വരും. ഞാൻ പറഞ്ഞത് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തുടർഭരണമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. വളരെ ശക്തമായി ക്ഷേമം ഉറപ്പാക്കിയ പ്രഖ്യാപനങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ പുതിയ 35 മുതൽ 60 വരെയുള്ള സ്ത്രീകൾക്കും പുതിയ പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കുടിശ്ശികയില്ലാതെ മുന്നോട്ട് പോകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന് LDF പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സംഘടനാപരമായ അടക്കം ദുർബലമായി നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരണ്ടേ? വെല്ലുവിളികൾ നിങ്ങളെ സംബന്ധിച്ചില്ലേ? ആ ഒരു ഘട്ടം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. സംഘടനാപരമായ ഒരു വെല്ലുവിളി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സംഘടന പോലും ഒന്നുമില്ല. അതൊന്നും ഞങ്ങളുടെ ഇലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ ഒരു വർഷം പറഞ്ഞ കുടുംബവാഴ്ചയുടെ പ്രശ്നം, ബീഹാറിലെ തോൽവി, അതിൽ മുന്നണിക്കകത്ത് വളരെ കൃത്യമായ തീരുമാനമെടുത്ത് നേതാക്കന്മാർ പറയുന്നത് അതുപടി അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായി ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതൊന്നും പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയാണത്തിൽ അതിനൊക്കെ കൃത്യമായി ഞങ്ങൾ ചടുലമായി മുമ്പോട്ട് പോകും. അതിലെന്നും കണ്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. UDF ജയിക്കാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഭരണത്തിൽ ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിലേക്ക് 100-ലധികം സീറ്റോടുകൂടി കേരളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു പോകാനുള്ള വലിയ മുന്നൊരുക്കത്തിലാണ് ഞങ്ങൾ. അതിന് മുന്നോടിയായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 80% വരുന്ന സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഇക്കുറി തിരിച്ചു വരും. 2010 കേരളത്തിൽ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള അവസരത്തിന് കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഏതായാലും ശ്രീകാന്ത്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നേതൃത്വത്തിന് ഒരു പുതിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേരളത്തെ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നു. മാധ്യമങ്ങളോടക്കം ചോദിച്ചാൽ ക്ഷുഭിതനാവുന്ന ഒരു BJP അധ്യക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പുണ്ട്. കാരണം നിങ്ങളുടെ വളർച്ചയെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിജയം ഉണ്ടാവേണ്ടതുണ്ട്. ആ നേതാവിനും സംസ്ഥാന നേതൃത്വത്തിനും പുതിയ വെല്ലുവിളി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏതായാലും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അടിച്ച് പുറത്താക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ താങ്കൾ അങ്ങനെ ഒന്നും പറയണ്ട. ബാക്കി സംഘടനാപരമായ വെല്ലുവിളിയെ കുറിച്ച് എന്ത് പറയും? സംഘടനകളോട് അസഹിഷ്ണുത കാട്ടുന്നത് അവിടെ ഇരിക്കട്ടെ, ഞങ്ങളത് ആ നിലയ്ക്ക് തന്നെ ഞങ്ങൾ കണ്ടോളാം. പക്ഷേ ഭാരതീയ നേതാവിന്റെ വെല്ലുവിളി, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി, അദ്ദേഹം കേരളത്തിലെ പോലൊരു സ്റ്റേറ്റിൽ BJP നയിക്കാൻ യോഗ്യനാണോ എന്ന് അറിയാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പല്ലേ ഇത്? എന്ത് സംശയം, അദ്ദേഹത്തിന് കഴിവും പ്രാപ്തിയുണ്ട്. അദ്ദേഹം ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് എന്ന് തെളിയിച്ച കേന്ദ്രമന്ത്രിയാണ്. നല്ല കഴിവുള്ള ആളാണ്. അദ്ദേഹം സംഘടനയെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണ വിധേയനായി നിൽക്കുകയാണ്. കർണാടകയിലെ ഭൂമി കച്ചവടം, അതായത് വ്യവസായവൽക്കരണത്തിന് തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത ഭൂമി മറിച്ചു വിറ്റു എന്നുള്ള ഗുരുതരമായ കേസ് നേരിടുന്നു. ഒരു കേസുമില്ല. മാധ്യമങ്ങളുടെ വലിയ കേസുമായിട്ട് നടക്കുകയാണ് ഇപ്പോ. അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാൽ വാലും മടക്കി പോവുകയാണ്. പിന്നെ അവിടെ ആരോപണം വെറുതെ എന്തൊക്കെ ഉണ്ടാക്കാം, അതിലൊന്നും കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ത്യയിൽ എങ്ങനെയാണോ, രാജ്യത്ത് മൊത്തത്തിൽ എങ്ങനെയാണോ ഇന്ത്യ സഖ്യം വരുന്നത്, അതേപോലൊരു ഇന്ത്യ സഖ്യത്തെയാണ് ഞങ്ങൾ നേരിടുന്നത്. ഈ പോരാട്ടം,
ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് വികസനമാണ്. ഇവിടെ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് ഈ പ്രദേശം. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരൊറ്റ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഇല്ല. ഇതിനപ്പുറത്ത് ഈ കാഞ്ഞങ്ങാട് എത്ര കാലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നു. പാതലായിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു സിറ്റിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാതെ ജനങ്ങൾ വലയുകയാണ്. അതുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇതുവരെ മാറാത്തത് മാറി വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഏറ്റവും നല്ല വിജയം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇടത് വലത് രാഷ്ട്രീയ മുന്നണികളുടെ കൊള്ളക്കെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ശബരിമലയിലെ കൊള്ള, അതുപോലെ തന്നെ ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരായിട്ട് ജനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ മുസ്തഫ, ഒരു പ്രശ്നം, LDF UDF ആകട്ടെ BJP നയിക്കുന്ന NDA ആകട്ടെ, നിങ്ങൾ വികസനം അത് നിങ്ങൾക്ക് നേട്ടമാകും എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയം ഒരു ക്ലീൻ പൊളിറ്റിക്സ് നിങ്ങൾക്ക് നേട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിരോധത്തെ, ആ വിരോധ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയി അവർക്ക് ഇത്തവണ കാര്യങ്ങളെ തിരുത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ട് രീതിയിലാണെങ്കിലും അവർ രണ്ടുപേരും പറഞ്ഞു വെച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും നിലനിൽക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ടാണ് ജന്മഭൂമിയുടെ പത്രപ്രവർത്തകർക്കും ജനൻ TV-യുടെ പത്രപ്രവർത്തകർക്കും ഇവിടെ ഇഷ്ടംപോലെ ഗവൺമെൻറ്റിനെയും CPM-നെയും എല്ലാം വിമർശിച്ച് പോകാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ യോഗിയുടെ നാട്ടിൽ ഉത്തർപ്രദേശ് പറഞ്ഞു പോയൊക്കെ ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. ഇതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ. അത്ര മാധ്യമ സ്വാതന്ത്ര്യമുള്ള നാടാണിത്. അതുകൊണ്ട് ഇവിടെ ഒരാളും പുറത്തല്ല, എല്ലാവരെയും അകത്താക്കുന്നു. പക്ഷേ പണ്ട് കണക്ക് പുറത്തെന്ന് പറഞ്ഞില്ലേ അവരോട്? ആളുകളെ പുറത്താക്കുന്ന നടപടി എടുക്കുമ്പോൾ ഇവിടെ എല്ലാവരെയും ഇൻക്ലൂസീവാണ്, മറ്റേത് എക്സ്ക്ലൂഷനാണ്. ഇവിടെ എല്ലാവരെയും ഇടതുപക്ഷം ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാടിൻ്റെ വികസനവും പുരോഗതിയും നിങ്ങൾ നോക്കൂ. ഈ കാഞ്ഞങ്ങാട് നഗരം ഈ ഒരൊറ്റ ഭരണസമിതിയുടെ കാലത്ത് 1098 വീടുകളാണ് ഏറ്റവും നിർഭരായ ആളുകൾക്ക് കൊടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ. ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു കിണർ എത്രയോ കാലം മൂടിക്കിടന്നു. ഇവിടുത്തെ ഹരിതകർമ്മസേന സാധാരണ തൊഴിലാളികളാണ്. വീടുകളിൽ പോയി ഈ മാലിന്യം ശേഖരിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഈ പുതിയ കോട്ട നഗരത്തിന് സൗന്ദര്യം ഉണ്ടാക്കി കൊടുത്തവരാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. ഈ വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ എന്തെടുക്കുകയാണ്? ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ എന്തെടുക്കുകയാണ് എന്ന് പാർട്ടിക്കാർ പറഞ്ഞോ? അവർക്കറിയാം, ഞങ്ങൾക്കറിയില്ലല്ലോ. അത് ബിജെപിക്കാണോ അതോ UDF-ാണോ? ശ്രീകാന്ത് എടുത്തിട്ടു നിങ്ങളുടെ തന്നെ തോന്നുന്നു കൗൺസിലർ ആണോ? അപ്പൊ അതുകൊണ്ട് അവരെന്തെടുക്കുന്നതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന നിലയിലുള്ള വികസനവും പുരോഗതിയും മുന്നോട്ട് പോകണം. ജനങ്ങളെ ചേർത്ത് പിടിക്കണം, വീടുണ്ടാകണം, അവർക്ക് താമസ സൗകര്യം ഉണ്ടാകണം, അവർക്ക് ആഹാരം, ഭക്ഷണം ഉണ്ടാകണം. സുരേഷ്, കള്ളം പറയുന്നതിന്റെ ശീലം ആർക്കാണ്? കോടതിയിൽ പോലും കള്ളം പറയുന്ന ശീലം ആർക്കാണ് എന്നുള്ളത് കണ്ടല്ലോ. നിങ്ങളുടെ നേതാവ് മാത്യു കുഴൽനാടൻ, നിങ്ങളുടെ നേതാവ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല സുരേഷ്. അവരെല്ലാം നടത്തിയിട്ട് തന്നെ കാഞ്ഞങ്ങാട് ഇടതുപക്ഷം തുടർഭരണം നേടിയത്. നിങ്ങൾ കുറെ കാലായില്ലേ ഇവിടെ നടക്കുന്നത്? ഇവരെല്ലാം നടത്തിയിട്ട് തന്നെയാണ് കാഞ്ഞങ്ങാട് ഇടതുപക്ഷം. എവിടെ നിങ്ങളുടെ ചെയർമാൻ ഉണ്ടായതല്ലേ? എവിടെ UDF, എവിടെ കോൺഗ്രസ്, എവിടെ പോയി കാഞ്ഞങ്ങാട്? അത് നിങ്ങൾ പറ. അതുകൊണ്ട് കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വികസനമൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഉണ്ടായി നിങ്ങളെ മടുത്തിട്ട് ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചതാണ്. ഇടതുപക്ഷം കേരളത്തിലെ നമ്പർ 1 നഗരസഭകളിൽ ഒന്നായി ഈ കാഞ്ഞങ്ങാടിനെ മാറ്റി. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഉണ്ടായി. എന്നാൽ നിങ്ങൾ നോക്കി രണ്ട് കാര്യം കൂടി. ഒന്ന്, പിണറായി വിജയനെതിരെ ഈ സത്യം മാത്രം പറയുന്ന സുരേഷിന്റെ പാർട്ടിയുടെ നേതാവ് മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിലെ ജഡ്ജി മാർക്സിസ്റ്റുകാരനല്ലോ. സുരേഷ് എന്താ പറഞ്ഞത്? കോടതിയിൽ വന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തരുത്, എനിക്ക് ഇപ്പൊ 10 ലക്ഷം റുപ്യ പിഴയിടും. കടലാസും എടുത്ത് ചുരുട്ടിയെടുത്ത് പോയില്ലേ? എവിടെ ഇപ്പോ പിണറായിയുടെ വീട്ടിൽ കൊണ്ടുപോയ ബിരിയാണി ചെമ്പ്? എവിടെ ഇപ്പോ ഖുറാനിൽ കൊണ്ടുവന്ന സ്വർണം? എവിടെ ഇപ്പോ ഈന്തപ്പഴത്തിലെ സ്വർണം? എന്താ സുരേഷ് ഇപ്പൊ അതൊന്നും പറയാത്തത്? എന്താ സുരേഷ് ശബരിമലയിലെ സ്വർണം കട്ടത് നിങ്ങളുടെ പാർട്ടിക്കാർ. തെരഞ്ഞെടുപ്പ് തദ്ദേശമാണെങ്കിലും
ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ വളരെ ശക്തമായി വിലയിരുത്തപ്പെടും. ഒപ്പം നാടിൻ്റെ വികസനം, നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ വികസനം എത്രമാത്രം എവിടെ എത്തി, എന്തെല്ലാം പോരായ്മകൾ, അതും വളരെ പ്രധാനമായി മാറ്റുരയ്ക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിലേക്ക് കേരളം നീങ്ങുന്നതിൻ്റെ എല്ലാ ചൂടും ആവേശവും കാഞ്ഞങ്ങാട് പകർന്നു തന്നു പ്രേക്ഷകരിലേക്ക് എന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി. പടക്കളം അവസാനിക്കുന്നു. നാളെ കാണാം പുതിയൊരു ഇടത്തു നിന്നും പടക്കളവുമായി.